ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് ഇച്ചിരി മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ മുറിച്ചിട്ട് നമ്മൾ മുളകൊക്കെ ഇട്ട് കഴിക്കാറില്ലേ, ഒരു സ്പെഷ്യൽ. എൻ്റെ സ്പെഷ്യൽ അല്ല, ദീച്ചൂസ് സ്പെഷ്യൽ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതാക്കി മുറിക്കണം പോലും, എനിക്കറിയില്ല. മറ്റേ കത്തിഞ്ഞെടുത്തിട്ട് നിങ്ങൾ അങ്ങനെ നമുക്കിൻ്റെ ശരിയാണ്. കൈ മുറിക്കോ? ഇതെന്തെല്ലാം ഇടല്ലേ ടീച്ചോ? അപ്പോൾ പറഞ്ഞു തരുന്നില്ല, സീക്രട്ടാന്ന് പോലും. ഇത് എഴുതാൻ കിട്ടീനൊന്നും എനിക്കറിയില്ല, പക്ഷെ സീക്രട്ടാന്ന് പറഞ്ഞു തരുന്നില്ല. അനി ടീച്ചറാ കത്തിയങ്ങടുത്ത് നല്ല മധുരമുള്ള മാങ്ങനെ കൊതി പിടിക്കും. കൊതി വീണതാണ് കേട്ടോ, അതിങ്ങനെ ചതഞ്ഞ മധുരടാ. കൈ മുറിക്കുവോ? മിക്കവാറും വേണ്ടേ? വേണ്ട. വേണ്ട വേണ്ട വേണ്ടവനെ. ആര് കാണിക്കണ്ടേ? വീണതുകൊണ്ട് ഇങ്ങനെ ചതഞ്ഞിട്ടേ നല്ലോണം പഴുത്ത്. ഇതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് വധിച്ചു. ഇങ്ങള് കുക്കറാ? പഞ്ചസാര? പഞ്ചസാര അല്ല, പഞ്ചസാര. ഇതധികം പഴുത്തിട്ടില്ല കേട്ടോ. കഴുകി എടുത്ത് വെച്ചതാ കേട്ടാ, ഈ എടുത്തെടുത്ത് കട്ട് ചെയ്യുമ്പോൾ വിചാരിക്കണ്ട. അടുത്ത് ഞാൻ മുറിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇന്ന് റെസിപ്പി ഫുള്ള് ദീക്ഷിത്ത് വക.
ഞാൻ തീച്ചൂട്ടം ചെയ്യും. ദേവത ഓഫാക്കിയാനെ. ഞാൻ ഇത് മുറിച്ചു കൊടുക്കത്തേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ദീച്ചു ചെയ്യും. ഞാൻ ബാക്കിയും കൂടി മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ കുക്ക് ദീക്ഷിത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാങ്ങ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് എന്താ ഇടുന്നത് പറയണേ, എന്നെ കാണുന്നില്ല. അത്യാവശ്യമല്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കാണുന്നില്ലല്ലോ, ദേവർഷ താഴെ നിൽക്കുക. ഞങ്ങളിന്ന് നോക്കൂത്തില്ല, കഴിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക. മതി ഓവറോ. അപ്പോൾ ഉപ്പിട്ടോ. അടുത്തതോ മുളക് പൊടി. കാറ്റുണ്ടാവുക. അല്ല ചൂട് പൊടിയല്ല, അത് മുളകാണ്. താഴ്ത്തിയിട്, അടിയിട്ട്. സ്പൂൺ എടുക്ക്. അപ്പോൾ മുളക് ഇട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് ഷെഫ് പറയണേ. ഇനി എന്താ വേണ്ടേ ഷെഫേ? വെള്ളം ഒഴിക്കൂ. മതിയോ? കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ വെള്ളത്തിൽ മിക്സാക്കി വെച്ച പഞ്ചസാരല്ല, പഞ്ചസാര ഇച്ചിരി ലായനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് ഫുള്ള് ഒഴിക്കണ മതി. നമുക്കിത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒക്കെ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ കേട്ടോ. മാങ്ങയിൽ പഞ്ചസാര ഇടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ പോലെയൊക്കെ തോന്നും, പക്ഷെ നല്ല ടേസ്റ്റാണ്. അല്ല ഞാൻ എനിക്കറിയാം, നീയല്ലേ ഷെഫ്. ഞാൻ വെളിച്ചെണ്ണാന്ന് പറയണം. കൈ വറക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കൈ വറക്കുന്നു. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളാണ്ട് സിക്കാന്നൊക്കെ പറയും. വിനാഗിരി വിനെഗറാണ്. വിനെഗർ ഇംഗ്ലീഷ് എന്നല്ലേ പറഞ്ഞേ. മതി അതിൻ്റെ ഇനി ഇതിനെ വെള്ളം വേണ്ട. എന്താ വെള്ളം മതി വേണം നോക്കും. ചാറുണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ വായിൽ കപ്പൽ ഓടിക്കാൻ തന്നെ വെള്ളം ഉണ്ട് കാണുമ്പോൾ. നമുക്ക് സൂപ്പർ ഷെഫ് ടേസ്റ്റ് ചോദിക്കും ആദ്യം തന്നെ. അയ്യാനി എങ്ങനെയുണ്ട് ഷെഫേ? സൂപ്പർ. കുറവുണ്ടോ? ഷെഫ് തന്നെ പിന്നെ അഭിപ്രായം പറയാം, കഴിക്കുക, അഭിപ്രായം പറയാം. പറഞ്ഞു. സൂപ്പർ. കാണുന്നില്ല സൂപ്പറിനെ കാണുന്നില്ല. സൂപ്പർ പല്ലില്ലാത്ത അപ്പൂപ്പൻ. അപ്പൊ ഇനി എൻ്റെ ഊഴമാണ് ഗൈസ്.
മാങ്ങയൊക്കെ ഇടുന്ന സമയത്ത് പഞ്ചസാര ഇട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. മധുരമുള്ള മാങ്ങേൻ്റെ അത് പിന്നെയും പഞ്ചസാര ഇടണോ, മുളകും പഞ്ചസാരയും ഉപ്പും ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് എന്തോ പോലെ എനിക്കും തോന്നിയായിരുന്നു. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നല്ല പഴുത്ത മാങ്ങ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ടാവും. അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ബീച്ചുട്ടിൻ്റെ സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ. അയ്യോ സോറി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ, മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ. ടാറ്റാ.